ഹലോ എല്ലാവർക്കും ന്യൂക്ലിക് മീഡിയയുടെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. വീഡിയോ മാക്സിമം ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊന്നുമല്ല, വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ലൈക്ക് ആവശ്യപ്പെടുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ഓൺ ചെയ്ത് വെക്കുക. നമുക്കറിയാം, വിദേശത്ത് പോകുന്ന, അതായത് വിദേശത്ത് ജോലിക്ക് അതുപോലെ തന്നെ പഠനാവശ്യാർത്ഥമൊക്കെ പോകുന്ന ആളുകൾക്ക് അവരുടെ വാക്സിനേഷൻ പെട്ടെന്ന് തന്നെ നൽകുന്നുണ്ട്. അതായത് അവരെ മുൻഗണനാ വിഭാഗത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു വിഭാഗത്തിലോട്ട് ഹജ്ജ് തീർത്ഥാടനത്തിന് പോകുന്ന ആളുകൾ, അതായത് മക്കയിലോട്ട് ഹജ്ജിനൊക്കെ പോകുന്ന ആളുകളുണ്ടാവും, അവരെയും ഈ ഒരു വിഭാഗത്തിലോട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് 40 വയസ്സിന് മുകളിലുള്ള ആളുകളാണെങ്കിൽ SMS അയക്കുന്ന മുറക്ക് തന്നെ അവർക്ക് വാക്സിൻ ലഭ്യമാക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ലോക്ക്ഡൗണിൽ ഒരുപാട് ഇളവുകൾ വന്നിട്ടുണ്ട്. ഹോട്ടൽ അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ് ഇതൊക്കെ രാവിലെ 7 മണി മുതൽ രാത്രി 7:30 വരെ പ്രവർത്തിക്കാവുന്നതാണ്. പാർസൽ സംവിധാനം മാത്രമായിരിക്കും ഈ ഒരു മേഖലയിൽ അനുവദിക്കുക. അതുപോലെ തന്നെ പ്രഭാത സായാഹ്ന നടത്തം, രാവിലെയും വൈകിട്ടൊക്കെയുള്ള നടത്തം അനുവദിക്കുന്നതാണ്. രാവിലെ 5 മണി മുതൽ രാവിലെ 7 മണി വരെ, അതായത് 5 AM to 7 AM വരെയും വൈകിട്ട് 7 മണി മുതൽ 9 മണി വരെയും വ്യായാമത്തിന് വേണ്ടിയിട്ട് നടത്തം, അത് പല ആളുകളും നടക്കാറുണ്ട്, അതൊക്കെ അനുവദിക്കുന്നതാണ്. നമ്മുടെ സബ്സ്ക്രൈബ് ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്, ജില്ല വിട്ട് മറ്റു ജില്ലകളിൽ പോകാൻ സാധിക്കുമോ എന്നുള്ളത്. മറ്റു ജില്ലയിൽ പോവുകയാണ് എന്നുണ്ടെങ്കിൽ പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നവർ, അതുപോലെ തന്നെ എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസുള്ളവർ, അതുപോലെ തന്നെ മരണം, ഇത്തരത്തിലുള്ള അർജൻറ്റ് യാത്രകൾ മാത്രമായിരിക്കും അനുവദിക്കുക. അവർക്ക് കൃത്യമായിട്ടുള്ള സത്യവാങ്മൂലം അവരുടെ കയ്യിൽ കരുതുക. അതുപോലെ തന്നെ ID കാർഡൊക്കെ കയ്യിൽ കരുതുക. ഇപ്പോൾ കേരളത്തിലെ സിറ്റുവേഷൻ നോക്കിയാൽ TPR ഒക്കെ കുറഞ്ഞു വരുന്നൊരു സിറ്റുവേഷനാണ്. അതായത് ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റൊക്കെ ഏകദേശം 15% അടുത്തിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇത് ഇനിയും താഴുകയാണെന്നുണ്ടെങ്കിൽ 9-ാം തീയതിക്ക് ശേഷം കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ ലോക്ക്ഡൗൺ തന്നെ ഒഴിവാക്കാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് 1000 രൂപയുടെ ധനസഹായം. ക്ഷേമനിധിയിൽ അംഗങ്ങളായിട്ടുള്ളവർക്ക് ഈ ഒരു 1000 രൂപയുടെ ധനസഹായം അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലായിരിക്കും ലഭിക്കുക. അതുപോലെ തന്നെ BPL കാർഡുള്ള ആളുകളിൽ ഇത്തരത്തിൽ ഗവൺമെൻറ്റിൻ്റെ ക്ഷേമനിധിയിലോ അല്ലെങ്കിൽ മറ്റു ആനുകൂല്യങ്ങളോ കൈപ്പറ്റാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് സഹകരണ സംഘം വഴി 1000 രൂപ അവരുടെ കൈകളിലേക്ക് എത്തുന്നതായിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത്, പല ആളുകൾക്കും അവരുടെ പെൻഷൻ പെൻഡിങ് ആയിട്ടുണ്ട്. മറ്റൊന്നുമല്ല, മസ്റ്ററിംഗ് നടത്താത്തതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ പെൻഡിങ് ആയിട്ടുള്ളത്. അപ്പോൾ പല ആളുകൾക്കുള്ള സംശയമായിരിക്കും, എന്നാണ് മസ്റ്ററിംഗ് എന്നുള്ളത്. മസ്റ്ററിംഗ് എന്തായാലും ഈ ഒരു ലോക്ക്ഡൗൺ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഉണ്ടാവുക. അതിനെക്കുറിച്ചിട്ടുള്ള അറിയിപ്പുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത്, മത്സ്യത്തൊഴിലാളികൾക്ക് 20 ഇനം സാധനങ്ങൾ അടങ്ങിയിട്ടുള്ള കിറ്റുകൾ ജൂൺ 8 മുതൽ വിതരണം ചെയ്യുമെന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അവർ അവരുടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള റേഷൻ കടകളിൽ പോയിട്ടായിരിക്കണം അവരുടെ കിറ്റുകൾ കൈപ്പറ്റേണ്ടത്. മറ്റൊരു അറിയിപ്പ് എന്ന് പറയുന്നത്, 15 വർഷം പഴക്കമുള്ള ഡീസൽ ഓട്ടോറിക്ഷകൾ അതിൻ്റെ രജിസ്ട്രേഷൻ ഇനി ചെയ്യില്ല എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് സന്തോഷകരമായിട്ടുള്ള മറ്റൊരു അറിയിപ്പ് വന്നിട്ടുണ്ട്. സ്കൂൾ യൂണിഫോം ലഭ്യമാകാത്ത കുട്ടികൾക്ക് 600 രൂപ യൂണിഫോം അലവൻസ് ആയിട്ട് ലഭ്യമാക്കുന്നതായിരിക്കും. വളരെ സങ്കടകരമായിട്ടുള്ള മറ്റൊരു അറിയിപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ പെട്രോൾ ഡീസൽ വിലയൊക്കെ അനുദിനം വർദ്ധിക്കുന്ന ഒരു സിറ്റുവേഷനാണുള്ളത്. കഴിഞ്ഞ നമ്മുടെ മെയ് മാസത്തെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഏകദേശം 16 പ്രാവശ്യം എങ്ങാനും ഈ ഒരു ഡീസൽ പെട്രോൾ വിലകൾ വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഏകദേശം 100 രൂപയോട് അടുക്കുകയാണ് പെട്രോളിൻ്റെ വില. ഈ ഒരു കോവിഡ് കാലത്ത് വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണിത്. അതുപോലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു അറിയിപ്പ് എന്ന് പറയുന്നത്, CBSE വിഭാഗത്തിലെ +2 പരീക്ഷകൾ റദ്ദാക്കി എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പല ആളുകൾക്കും ഉപകാരപ്രദമാവും. അപ്പോൾ മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഈ ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക.